വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഫിക്സേഷൻ ആൻഡ് കമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. അഫിക്സേഷൻ ആൻഡ് കമ്പൗണ്ടിങ് യൂണിറ്റ് 2 പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ലെസണിലെ ആക്ടിവിറ്റി 2 ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അഫിക്സേഷൻ ആൻഡ് കമ്പൗണ്ടിങ്. അഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ affixation is a process of creating new words by adding letter or letters to the root word or base word. അപ്പോൾ affixation എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് in the beginning of a root word or at the end of a root word. അപ്പോൾ ഒരു വേർഡിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ അവസാനമോ നമ്മൾ ലെറ്ററോ ലെറ്റേഴ്സോ ചേർത്തിട്ട് പുതിയ ഒരു വേർഡ് ഫോം ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, പ്രക്രിയയാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ അഫിക്സേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ വേർഡ്സ് ബൈ ആഡിങ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് ടു ദി റൂട്ട് വേർഡ് ഓർ ബേസ് വേർഡ്. ഇനി ഞാൻ പറഞ്ഞു, ആദ്യം ഒരു വേർഡിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അതിനെ നമ്മൾ പറയും പ്രെഫിക്സ് എന്ന് പറയും. ആ പ്രോസസ്സിനെ പ്രെഫിക്സേഷൻ എന്ന് പറയും. അപ്പോൾ പ്രെഫിക്സേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് ഇൻ ദി ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് ഈസ് കാൾഡ് പ്രെഫിക്സേഷൻ. ദെൻ സഫിക്സേഷൻ. ഇഫ് യു ആഡ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് ഇൻ ദി എൻഡ് ഓഫ് എ വേർഡ് and forming a new word, that process is called suffixation. അപ്പോൾ അഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ മുന്നിലോ പിന്നിലോ അല്ലെങ്കിൽ അവസാനമോ ലെറ്ററോ ലെറ്റേഴ്സോ ഉപയോഗിച്ച് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നതിനെയാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, പ്രെഫിക്സേഷൻ ആൻഡ് സഫിക്സേഷൻ. അപ്പോൾ അവിടെ പ്രെഫിക്സും ഉണ്ട്, സഫിക്സും ഉണ്ട്. പ്രെഫിക്സ് എന്ന് പറഞ്ഞാൽ പ്രീ എന്ന് പറയാൻ അറിയാമല്ലോ, ഫ്രണ്ട്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, ബിഫോർ ഡിഗ്രി. അതുപോലെ ആ വേർഡിന് മുന്നിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആണ് നമ്മൾ എന്ത് പറയുക, പ്രെഫിക്സേഷൻ. മറ്റത് സഫിക്സേഷൻ. അഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഫിക്സ് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഘടിപ്പിക്കൽ. അപ്പോൾ ഇവിടെ ഒട്ടിക്കുകയാണ്, ഘടിപ്പിക്കുകയാണ്. ഫ്രണ്ടിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രെഫിക്സേഷൻ. സഫിക്സ് അതിൻ്റെ എൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിൽ വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ എൻഡിലാണെങ്കിൽ അതിനെ എന്ത് പറയും? സഫിക്സേഷൻ എന്ന് പറയും. സോ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇവിടെ പോസിബിൾ, ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ പ്രിഫിക്സ് ചെയ്യുന്നു, സഫിക്സ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ വേർഡ് ഏതാണ്? യഥാർത്ഥത്തിൽ തന്നിരിക്കുന്ന വേർഡ് പോസിബിൾ ആണ്, ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിളിനെ നമ്മൾ എങ്ങനെ ആക്കി? പോസിബിൾ പ്ലസ് ഇം, അതായത് IM എന്ന് പറയുന്ന 2 ലെറ്ററുകൾ പോസിബിൾ എന്ന വാക്കിൻ്റെ മുന്നിൽ ചേർക്കുമ്പോൾ നമുക്ക് ഇമ്പോസിബിൾ കിട്ടും. പോസിബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്പോസിബിൾ. പ്രധാനമായിട്ടും ഓപ്പോസിറ്റ് ഫോം ചെയ്യാനാണ് നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കാറുള്ളത്, പ്രധാനമായിട്ടും. അപ്പോൾ ഇമ്പോസിബിൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്തായി? IM എന്ന് പറയുന്ന 2 ലെറ്റർ അതിൻ്റെ ഫ്രണ്ടിൽ ചേർത്തപ്പോൾ അത് ഇമ്പോസിബിൾ എന്ന പുതിയ വാക്കായി. IM എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഓവർ. ദെൻ രണ്ടാമത്തത് മേക്കർ എന്നാണ് വാക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, മേക്കർ. അപ്പോൾ മേക്ക് കഴിഞ്ഞിട്ട് ER ചേർത്തപ്പോൾ മേക്കർ എന്ന വാക്ക് കിട്ടി. അതിൻ്റെ റൂട്ട് വേർഡ് അല്ലെങ്കിൽ ബേസ് വേർഡ് ഏതാണ്? മേക്കാണ്. അതിന് പ്രിഫിക്സ് ഇല്ല. പിന്നെയോ സഫിക്സേ ഉള്ളു, ER ചേർത്തു. നെക്സ്റ്റ് വൺ ഫിലിംസ് എന്നാണ് വാക്ക്. അപ്പോൾ ഫിലിംസിനെ നമ്മൾ M കഴിഞ്ഞിട്ടാണ്, അറ്റ് ദി എൻഡ് ആണ് അവിടെ ഫിലിംസ്, S സഫിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ ഓർ ലെറ്റേഴ്സ്. ഇവിടെ ആണെങ്കിൽ ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ, ഇവിടെ 2 ലെറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ലെറ്റർ. ഇനി ഇൻവിസിബിൾ എന്ന വാക്കാണ്. അപ്പോൾ ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ IN നമ്മൾ എന്തായി? പ്രിഫിക്സ് ചെയ്തു. ഇൻവിസിബിൾ, അവിടെ എന്തില്ല? സഫിക്സ് ഇല്ല. ഓക്കെ, ഇവിടെ പ്രിഫിക്സ് ഇല്ല. ഇനി ചൈൽഡ്ഹുഡ് ആണ് വാക്ക്. ഹുഡ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിലാണ് HOOD. ഇവിടെ 3 ലെറ്റേഴ്സ് ആണ് ചേർത്തിരിക്കുന്നത്.
അപ്പോൾ ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ്, ഗേൾഹുഡ്, മദർഹുഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് അതിനെ ഈ രീതിയിൽ സഫിക്സ് ചെയ്തിട്ട് പുതിയ വാക്ക് ഫോം ചെയ്യാം. അതിൻ്റെ റൂട്ട് വേർഡ്, ബേസ് വേർഡ് ചൈൽഡ്. നെക്സ്റ്റ് വൺ ഫേസ്റ്റൻഡ്. ഫേസ്റ്റൻഡ് ആണ് വാക്ക്, ഫേസ്റ്റൻഡ്. അതിൻ്റെ ഫേസ്റ്റൻഡിൻ്റെ റൂട്ട് വേർഡ് ഫേസ്റ്റൻഡ്, ED സഫിക്സ് ചെയ്തു, 2 ലെറ്റേഴ്സ്. ക്യാമറാമാൻ, ഇതൊരു കോമ്പൗണ്ട് വേർഡാണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈനിങ് 2 or more വേർഡ്സ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോമ്പൗണ്ടിങ് ഈസ് കമ്പൈനിങ് 2 or more ബേസ് വേർഡ്സ് വിത്ത് എ യൂണിക് മീനിങ്. ഒരു യൂണിക് മീനിങ് കിട്ടത്തക്ക രീതിയിൽ ക്യാമറാമാൻ. അപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്ന ആളാണ് ക്യാമറാമാൻ. അപ്പോൾ അവിടെ യൂണിക് മീനിങ് ആണ് വന്നിരിക്കുന്നത്. ആ 2 റൂട്ട് വേർഡുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാമ്പിളിൽ ഒരൊറ്റ കോമ്പൗണ്ടിങ്ങേ ഉള്ളൂ, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്യാമറാമാൻ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിങ് വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്? 2 നൗണുകളാണ്. ഒന്ന് ക്യാമറ, പിന്നെ മാൻ. അപ്പോൾ ക്യാമറാമാൻ നൗൺ പ്ലസ് നൗൺ എഴുതിയിരിക്കുന്നത്, N+N എന്ന് എഴുതിയാൽ നൗൺ പ്ലസ് നൗൺ, 2 നൗണുകൾ ചേർന്നാണ് ഇവിടെ ക്യാമറാമാൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈനിങ് 2 വേർഡ്സ്, അല്ലെങ്കിൽ മോർ ദാൻ 2 വേർഡ്സ്, ബേസ് രണ്ടോ രണ്ടിൽ കൂടുതൽ ബേസ് വേർഡ്സുകളെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന വാക്കുകളെയാണ്. അതിൻ്റെ യൂണിക് മീനിങ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഇനി കസ്റ്റമറിയാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന വാക്ക്. കസ്റ്റം, ARY ആഡ് ചെയ്തിരിക്കുന്നു, 3 ലെറ്റേഴ്സ്. അപ്പോൾ കസ്റ്റമറി, ആചാരം. കസ്റ്റം അതിൻ്റെ റൂട്ട് വേർഡ് അല്ലെങ്കിൽ ബേസ് ഫോം. അടുത്ത ഫിലിം മേക്ക്. അപ്പോൾ അവിടെ ഞാനൊരു വാക്ക് എഴുതാൻ മറന്നുപോയി. ഫിലിം മേക്കർ, എന്താ? ER അവിടെ ഉണ്ട്. ഫിലിം മേക്കർ ഒറ്റ വാക്കായിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം. ഫിലിം മേക്ക് ER ചേർത്ത് നമ്മൾ എന്താക്കി? ഫിലിം മേക്കർ ER ചേർത്തു. ഇത് പക്ഷേ ഒരു കോമ്പൗണ്ട് വേർഡാണ്. ഏത്? ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ ഫിലിം ഒരു നൗണാണ്, മേക്കർ മറ്റൊരു നൗണാണ്. നമുക്ക് ഒറ്റ വാക്കായിട്ട് ഇതിനെ കോമ്പൗണ്ട് ചെയ്യാം. എന്തായി വരും അത്? ഫിലിം മേക്കർ. അത് വിട്ടുപോയതാ. അപ്പോൾ ഇവിടെ ഇതേ രീതിയിൽ, അപ്പോൾ ഇവിടെ പ്രെഫിക്സ് ഉള്ള ഏതൊക്കെയാണ്? ഒന്നാമത്തെ വേർഡിന് പ്രെഫിക്സ് ഇമ്പോസിബിൾ, രണ്ടാമത്തത് ഇൻവിസിബിൾ. സഫിക്സ് ഉള്ള ഏതൊക്കെയാണ്? മേക്കർ, ഫിലിംസ്, ചൈൽഡ്ഹുഡ്, ഫേസ്റ്റൻഡ്, കസ്റ്റമറി, ഫിലിം മേക്കർ. ദെൻ അതിന് കോമ്പൗണ്ട് ഉള്ളതാണ് കോമ്പൗണ്ടിങ് ചെയ്തിട്ടുണ്ട് ഫിലിം മേക്കർ. അതുപോലെ ഇവിടെ ക്യാമറാമാൻ. അപ്പോൾ ഈ 2 വാക്കുകൾ, ക്യാമറാമാനും ഫിലിം മേക്കറും എന്തായി വരുന്നു? കോമ്പൗണ്ടിങ് ആയിട്ട് വരുന്നു. ഫിലിം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നൗണാണ്, അടുത്തത് മേക്കർ എന്ന് പറഞ്ഞാലും നൗണാണ്. അപ്പോൾ 2 നൗണുകൾ തമ്മിൽ ചേർത്തിട്ടാണ് ഇവിടെ ഒരു കോമ്പൗണ്ടിങ് വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ എഴുതിയിരിക്കുന്നതെല്ലാം മറ്റ് ഈ ടെക്സ്റ്റിൽ ഇല്ലാത്ത കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ടൂത്ത് ബ്രഷ്. ടൂത്ത് എന്ന് പറയുന്നത് ഒരു നൗണാണ്, ബ്രഷ് എന്ന് പറയുന്നത് മറ്റൊരു നൗണാണ്. അപ്പോൾ ടൂത്ത് ബ്രഷ് അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഹൈസ്കൂൾ കോമ്പൗണ്ട് വേർഡാണ്. ബുക്കേസ് കോമ്പൗണ്ട് വേർഡാണ്. ബെഡ്റൂം കോമ്പൗണ്ട് വേർഡാണ്. ടീപോട്ട്. ഇവിടെ എല്ലാം ടൂത്ത് പ്ലസ് ബ്രഷ്, ഹൈ പ്ലസ് സ്കൂൾ, ബുക്ക് പ്ലസ് കേസ്, ബെഡ് പ്ലസ് റൂം, ടീ പ്ലസ് പോട്ട്. അതുപോലെ ക്യാമറ പ്ലസ് മാൻ, ക്യാമറമാൻ. ഫിലിം പ്ലസ് മേക്കർ, ഫിലിം മേക്കർ. അപ്പോൾ ഇതേ രീതിയിൽ നൗൺ പ്ലസ് നൗൺ ആണ് ഇത് ഇത്രയും, അതുപോലെ ഇതും. ഇനി അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ചേർത്തിട്ട് നമുക്ക് ഒരു അഡ്ജക്റ്റീവ് ഒരു നൗണും എടുത്തിട്ടും നമുക്കെന്ത് നിർമ്മിക്കാൻ പറ്റും? അതിൻ്റെ കോമ്പൗണ്ട് വേർഡ് ഉണ്ടാക്കാം. ഗ്രീൻ ഹൗസ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, ഹൗസ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, ബോർഡ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. സോഫ്റ്റ് വെയർ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, വെയർ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ഇവിടെ ഗ്രീൻ ഹൗസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, ബ്ലാക്ക് ബോർഡ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, സോഫ്റ്റ് വെയർ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെർബാണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കുക അല്ലെങ്കിൽ നിരാഹാരം എന്ന് പറയുന്ന പോലെ നൗൺ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വെർബ് പ്ലസ് നൗൺ ആണ്. നോട്ട് ബുക്ക് വെർബ് പ്ലസ് നൗൺ ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ വെർബും ബുക്ക് നൗണും. പിക്ക് പോക്കറ്റ് ഇത് രണ്ടും വെർബാണ്. പിക്ക് പോക്കറ്റ്, പോക്കറ്റ് അടിക്കുക.
കം ബാക്ക്, കം എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്, ബാക്ക് എന്ന് പറഞ്ഞാലും വെർബാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെക്സ്റ്റിലെ എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് യൂണിറ്റ് 2 പ്രോജക്റ്റ് ടൈഗർ. പിന്നെ ആക്ടിവിറ്റി 2 ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അഫിക്സേഷൻ ആണ്. അഫിക്സേഷനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു: പ്രിഫിക്സേഷൻ ആൻഡ് സഫിക്സേഷൻ. ആഡിങ് letter or letters in front of the root word, that process is called prefixation. Then if we add at the end of അല്ലെങ്കിൽ adding in the end of a root word, that is called suffixation. അപ്പോൾ prefixation, suffixation, affixation ക്ലാസിഫൈ ചെയ്തു നമ്മൾ രണ്ടായിട്ട്. പിന്നെ നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്കുകളെ ഒരുമിച്ച് ചേർത്ത് പുതിയ വാക്കുണ്ടാക്കുന്നു. അതിൻ്റെ പ്രത്യേകത വിത്ത് എ യൂണിക് മീനിങ്. ഇവിടെയൊക്കെ നമുക്ക് യൂണിക് മീനിങ് കാണാൻ പറ്റുന്നത് എഴുതിയേക്കുന്നത് ഉണ്ടോ? ടൂത്ത് ബ്രഷ്, ഹൈസ്കൂൾ, ബുക്ക് കേസ്, ബെഡ്റൂം, ടീപോട്ട്, ക്യാമറാമാൻ, ഫിലിം മേക്കർ, ദെൻ ഗ്രീൻ ഹൗസ്, ബ്ലാക്ക് ബോർഡ്സ്, സോഫ്റ്റ്വെയർ, ബ്രേക്ക്ഫാസ്റ്റ്, നോട്ട്ബുക്ക്, പിക്ക് പോക്കറ്റ്, കം ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് ഒന്ന് പോകാം. ടെക്സ്റ്റിൽ ഫിൽ ഇൻ ദി ഫോളോയിങ് ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് പൂരിപ്പിക്കുന്നതിനുപരിയായിട്ട് ഈ പറയുന്ന സഫിക്സേഷനും പ്രിഫിക്സേഷനും കോമ്പൗണ്ടിങ്ങും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ മീനിങ്, ആദ്യത്തെ വേർഡ് റെവറൻഷ്യലി എന്നാണ്. റെവറൻഷ്യലി എന്ന് പറഞ്ഞാൽ ഡീപ്പർ റെസ്പെക്റ്റ്, വളരെ കൂടുതൽ ബഹുമാനം നൽകുന്ന, റെവറൻഷ്യലി. അടുത്തത് കസ്റ്റമറി എന്ന് പറഞ്ഞാൽ ആചാരം. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ ഇൻ എ ഡ്രാമ ഓർ നോവൽ, അതായത് അതിലെ മുഖ്യ കഥാപാത്രം. പെറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ട്. ഫിറോഷ്യസ് എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആവുക. റോബസ്റ്റ്, വിഗറസ്, വെരി ആക്റ്റീവ്. അഫോർഡ്, ഏബിൾ ടു ഡു സംതിങ്, ഏബിൾ ടു പേ. ഐ ആം റെഡി ടു, അല്ലെങ്കിൽ ഐ ആം അഫോർഡബിൾ, എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ആ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. റെവറൻഷ്യലി എന്നാണ് തന്നിരിക്കുന്നത്, ഇല്ലയോ? ആദ്യം ഇത് ഫില്ല് ചെയ്യാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇൻ ചാപ്ലിൻസ് ഫിലിം ദി സർക്കസ്, ദി ലയൺ ഇൻ ദി കേജ് ഡസ് നോട്ട് സീം ടു ബി ഫിറോഷ്യസ്. അപ്പോൾ അവിടെ ഫിറോഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ്റെ സിനിമയായ ദി സർക്കസിലെ കൂട്ടിൽ കിടക്കുന്ന ലയൺ, സിംഹം, ഒരിക്കലും അല്ലെങ്കിൽ ഡസ് നോട്ട് സീം ടു ബി വയലൻ്റ്, അതാണ്. അപ്പോൾ ഫിറോഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം വയലൻ്റ്. ഇനി ഈ ഫിറോഷ്യസ് എന്ന വാക്ക് നമുക്ക് എങ്ങനെ അതിനെ വിഭജിക്കാൻ പറ്റും? ഫിറോസിറ്റി എന്ന് പറയാം. അതിൻ്റെ ബേസ് ഫോം നമുക്ക് ഏതെടുക്കാം? ഫിറോസിറ്റി എന്ന് എടുക്കാം. ഫിറോഷ്യസ് എന്നും പറയാം. അപ്പോൾ ഫിറോസിറ്റി ആണ് ബേസ് ഫോം. ഫിറോഷ്യസ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രിഫിക്സിംഗ് ആണ്, അല്ല സഫിക്സിംഗ് ആണ്. ഫിറോഷ്യസ് OUS അവസാനം ചേർത്തിരിക്കുന്നു. അടുത്തത് ഇറ്റ് ഈസ്, അപ്പോൾ അവിടെ ഫിറോഷ്യസ്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഇറ്റ് ഈസ് കസ്റ്റമറി ടു ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ് ബിഫോർ കാസ്റ്റിംഗ് ആൻ ആക്ടർ ഫോർ എ റോൾ. അപ്പോൾ ഒരു ഇറ്റ് ഈസ് കസ്റ്റമറി, ഇതൊരു ആചാരമാണ്. ടു ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ്, ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തുക എന്നുള്ളത്. ബിഫോർ കാസ്റ്റിംഗ് ആൻ ആക്ടർ ഫോർ എ റോൾ, അയാൾ അഭിനയിക്കാൻ വരുമ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അതിനു മുമ്പായിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തുക ഒരാചാരമാണ്. അപ്പോൾ അവിടെ ആ കസ്റ്റമറി എന്നാണ് തന്നിരിക്കുന്നത്. കസ്റ്റമറിയുടെ അതിവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കസ്റ്റം ARY, പിന്നെ അത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ? കസ്റ്റമറി സഫിക്സിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, സഫിക്സിംഗ്. ദെൻ അടുത്തതോ, ഇൻ ദി ഫൈറ്റ് സീൻ ദി ബോയ്സ് വെയർ ഡാഷ് അറ്റ് ദി തോട്ട് ഓഫ് ഹാവിംഗ് ടു ഡൈവ് ഫ്രം ദി ലെഡ്ജ്. പെട്രിഫൈഡ്, അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ടു, പെട്രിഫൈഡ്. അപ്പോൾ പെട്രിഫൈഡ് എന്ന പെട്രിഫൈ ആണ് യഥാർത്ഥത്തിൽ ബേസ് വേർഡ്. പെട്രിഫൈഡ് ED ചേർത്തു സഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, they were looking for a dash youth to do the role of an army personnel. They were looking for a
റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഗറസ്, ചുറുചുറുക്കുള്ള, ചുറുചുറുക്കുള്ള. അപ്പോൾ അവിടെ റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് പ്രിഫിക്സും ഇല്ല സഫിക്സും ഇല്ല, അത് അർത്ഥത്തിൽ റൂട്ട് വേർഡ് തന്നെ ആണ്. അടുത്ത ദേ വേർ ലുക്കിംഗ്, പ്രൈം നസീർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് റെവറൻഷ്യലി റിമെമ്പേർഡ് ആക്ടർ ഇൻ മലയാളം സിനിമ. പ്രൈം നസീർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് റെവറൻഷ്യലി റിമെമ്പേർഡ് ആക്ടർ ഇൻ മലയാളം സിനിമ. വളരെ ആദരപൂർവ്വം ഓർമ്മിക്കപ്പെടുന്ന ഒരു നടനാകുന്നു ആര്? പ്രൈം നസീർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ്. ധാരാളം കുറച്ച് പേരുണ്ട് അറിയപ്പെടുന്നതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. അതാണ് പ്രൈം നസീർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഒരു ആളായിട്ട് ആരെ കരുതപ്പെടുന്നു, ഓർമ്മയപ്പെടുന്നു? പ്രൈം നസീറിനെ. അവിടെ റെവറൻഷ്യലി എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റെവറൻസ് ആണ് റൂട്ട് വേർഡ്. റെവറൻഷ്യൽ IAL ചേർത്താൽ അത് അഡ്ജക്റ്റീവ് ആവും. അതുപോലെ LYയും ചേർത്ത് ആഡ്വർബ് ആക്കാം. അപ്പോൾ AL ചേർക്കാം, അതുപോലെ തന്നെ ആഡ്വർബ് ആക്കാൻ വേണ്ടി LY ഉപയോഗിക്കാം. രണ്ടും സഫിക്സിങ് ആണ്. ദെൻ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലോ ബഡ്ജറ്റ് ഫിലിംസ് കാണ്ട് അഫോർഡ് ടോപ്പ് റേറ്റ് ആക്ടേഴ്സ്. അല്ലേ? ലോ ബഡ്ജറ്റുള്ള ഫിലിംസിന് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലോ ബഡ്ജറ്റ് ഫിലിംസ് കാൺ അഫോർഡ് ടോപ്പ് റേറ്റ് ആക്ടേഴ്സ്. വളരെ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. അഫോർഡ്. അപ്പോൾ അഫോർഡ് എന്ന് പറയുന്ന വാക്കും എന്താണ്? റൂട്ട് വേർഡാണ്. ഇനി 7th one, ദി വെറ്ററൻ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് ആൻ അമച്വർ ആക്ടർ ആസ് ദി പ്രോട്ടഗോണിസ്റ്റ് ഇൻ ഹിസ് ന്യൂ ഫിലിം. പ്രോട്ടഗോണിസ്റ്റ്, അവിടെ വാക്ക് പ്രോട്ടഗോണിസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ ഇൻ എ ഡ്രാമ ഓർ നോവൽ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതേപോലെ പ്രോട്ടഗോണിസ്റ്റിനെ നമുക്ക് എങ്ങനെയാക്കാം? പ്രോട്ടഗോൺ പ്ലസ് IST, പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയാം. ഫസ്റ്റ് ആക്ടർ, അതാണ് പ്രോട്ടഗോണിസ്റ്റ്. ഇതേ രീതിയിൽ അതിനെ ഒന്ന് വിവരിച്ചു, പൂരിപ്പിക്കുക മാത്രമല്ല. അപ്പോൾ റെഫറൻസിന് 2 സഫിക്സിങ് വേർഡ്സ് ഉണ്ട്. ഒന്ന് റെഫറൻഷ്യൽ, മറ്റൊന്ന് റെഫറൻഷ്യലി. കസ്റ്റമറിക്ക് ഒരു സഫിക്സിങ് ഉണ്ട്, അത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. കസ്റ്റമറി ARY ചേർത്തിട്ട് അഡ്ജക്റ്റീവ്. പ്രോട്ടഗോണിസ്റ്റ് IST ചേർത്തിട്ട് സഫിക്സിങ്. പ്രോട്ടഗോണിസ്റ്റ്. ദെൻ പെർട്ടിഫൈ റൂട്ട് വേർഡ് ED ചേർത്തിട്ട് സഫിക്സിങ്. പിന്നെ ഫിറോഷ്യസ് എന്ന വാക്കിനെ ഫിറോസിറ്റി എന്ന് എഴുതാം. OUS ചേർത്തിട്ട് സഫിക്സ് ചെയ്ത് പുതിയ വാക്കുണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി 3യിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ലെസണിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഓക്കെ, സോ I hope that you understood what is suffixation, prefixation, affixation, then compounding and their examples. So ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കുക, ഊർജ്ജസ്വലരായിട്ട് പരീക്ഷ എഴുതുക. എൻ്റെ ക്ലാസ് വീണ്ടുമുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് പഠിക്കുക, നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.